നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 21ാമത് രാജീവ് സ്മൃതിയാത്ര ശ്രീപെരുമ്പത്തൂരിൽ സമാപിച്ചു. സ്കൂൾ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിന് മുന്നോടിയായി അടിയന്തര സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുവാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ തീരുമാനമായി. രാജാക്കാട്ട് ട്രാഫിക് പരിഷ്കരണം ജൂൺ 1 മുതൽ നടപ്പിലാക്കുവാൻ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ആനക്കയം ഭാഗത്ത് രാത്രിയുടെ മറവിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കടുത്ത ശിക്ഷ നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ ഒരാൾ താഴ്ചയിലുള്ള ഗർത്തം വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണെന്നിരിക്കെ എത്രയും വേഗം ഗർത്തം മൂടണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. വാർത്തകൾ വിശദമായി. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 21ാമത് രാജീവ് സ്മൃതിയാത്ര ശ്രീപെരുമ്പത്തൂരിൽ സമാപിച്ചു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ. എം. അഗസ്തി എക്സ്എംഎൽഎയുടെ നേതൃത്വത്തിൽ യാത്ര സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരുകയും പുഷ്പാർച്ചന നടത്തുകയും സർവമത പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും രക്തത്തിലൂടെ ഞങ്ങളിലൊഴുകും ജീവനിലൂടെ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല രാജീവ് ഗാന്ധി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന 21ാമത് രാജീവ് സ്മൃതിയാത്ര കേരളത്തിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ച ശ്രീപെരുമ്പത്തൂരിൽ സമാപിച്ചത്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ. എം. അഗസ്തി എക്സ്എംഎൽഎയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് സർവമത പ്രാർത്ഥനയും നടത്തി. ജനറൽ സെക്രട്ടറി ഷാജി പേനടുത്ത്, വർക്കിംഗ് പ്രസിഡന്റ് TR അയ്യപ്പൻ, നേതാക്കളായ KA സിദ്ദിഖ്, നിക്സൺ, ഷാൻ വെട്ടിക്കാട്ട്, M. ശേഖർ, മഹേന്ദ്രൻ, നജീബ്, ബാബു, അജി, സിബി വെള്ളമറ്റം, മടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ ജയപ്രകാശ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സ്കൂൾ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിന് മുന്നോടിയായി അടിയന്തര സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഫണ്ട് ഇടുക്കി ജില്ലയിലെ സർക്കാർ സ്കൂളുകൾക്ക് അനുവദിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ തീരുമാനമായി. ഇടുക്കി ജില്ലയിലെ ഗ്രാമപരിധിയിലുള്ള എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും ഹൈസ്കൂളുകളും ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ്. സ്കൂൾ ശുചീകരണ സുരക്ഷാ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കുവാൻ കട്ടപ്പനയിൽ ജില്ലാ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സ്കൂൾ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ സ്കൂൾ മേധാവികളോട് നിർദ്ദേശിച്ചു. 2026-2027 സ്കൂൾ അക്കാദമിക വർഷത്തിന്റെ ആരംഭത്തിന് മുന്നോടിയായി അടിയന്തര സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഫണ്ട് ഇടുക്കി ജില്ലയിലെ സർക്കാർ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകൾക്ക് അനുവദിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. സ്കൂളുകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള നിരവധി പദ്ധതികൾ ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ജില്ലയിലെ ഗ്രാമപരിധിയിലുള്ള എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും ഹൈസ്കൂളുകളും ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആകെ 114 സ്കൂളുകളാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്നത്. സ്കൂൾ ശുചീകരണ സുരക്ഷാ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കുവാൻ കട്ടപ്പനയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സ്കൂൾ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ സ്കൂൾ മേധാവികളോട് നിർദ്ദേശിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സജീവ് PK, ഫിനാൻസ് ഓഫീസറായ ഗവൺമെന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ജോബി തോമസ് എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി റെജി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല, ഡിവിഷൻ മെമ്പർ മിനി സാബു, കട്ടപ്പന AEO രാജശേഖരൻ C എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.
രാജാക്കാട് ട്രാഫിക് പരിഷ്കരണം ജൂൺ 1 മുതൽ നടപ്പാക്കുമെന്ന് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. ഹൈറേഞ്ചിലെ പ്രധാന ടൗണുകളിലൊന്നായ രാജാക്കാട് ടൗണിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ട്രാഫിക് പരിഷ്കരണം നടത്തുവാൻ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ജൂൺ 1 മുതൽ ട്രാഫിക് പരിഷ്കരണം രാജാക്കാട് ടൗണിൽ നിലവിൽ വരും. പഞ്ചായത്ത്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ്, വ്യാപാരി സംഘടനകൾ, പൊതുപ്രവർത്തകർ, വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, സ്കൂൾ അധികൃതർ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സമുദായ സംഘടനാ ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരെ ഉൾക്കൊള്ളിച്ചാണ് യോഗം നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, സർക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീകുമാരൻ നായർ, ഉടുമ്പൻചോല സബ് RTO വാഗീശ്വരൻ, പൊതുമരാമത്ത് വിഭാഗം ശാന്തൻപാറ ഡിവിഷൻ AE MU ശ്രീജിത്ത്, രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, സബ് ഇൻസ്പെക്ടർ MS അഭിജിത്ത്, ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഇതൊന്ന് നടത്തിയെടുക്കുവാൻ വേണ്ടി, പ്രാവർത്തിയാക്കാൻ വേണ്ടി ഈ പ്രിയപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥരോടും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഭരണസമിതിക്ക് വേണ്ടി ഈ പഞ്ചായത്തിന്റെ ഒരു പ്രഥമ പൗരം എന്ന രീതിയിൽ, ഈ രാജാക്കാട് പഞ്ചായത്തിലെ ഒരു പ്രവർത്തകർ എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏത് കാര്യത്തിലും പഞ്ചായത്ത് ഭരണസമിതി നിങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഭരണസമിതി മാത്രമല്ല, മറിച്ച് വിളിച്ചിരിക്കുന്ന ഓരോരുത്തരും സ്കൂൾ തലത്തിലേക്ക് വിളിച്ചിരിക്കുന്നതിന്റെ കാരണം ഒരാഴ്ച കഴിയുമ്പോൾ സ്കൂൾ തുറക്കും. നമുക്കൊരു ഇടപെടൽ നടത്തുക എന്ന് പറയുമ്പോൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാത്രിയുടെ മറവിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കടുത്ത ശിക്ഷ നൽകണമെന്നും ആനക്കയം ഭാഗത്ത് താമസിക്കുന്ന പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് തയ്യാറാകണം. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കേരള കോൺഗ്രസ് ആലക്കോട് മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈലാടൂർ മുന്നറിയിപ്പ് നൽകി. ആനക്കയം ഭാഗത്ത് രാത്രികാലങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധരെ എത്രയും വേഗം പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കടുത്ത ശിക്ഷ നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രകൃതി രമണീയമായ ഈ പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അഴുക്കുകൾ നിക്ഷേപിക്കുന്നത് ജനജീവിതത്തിന് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രദേശം കടുത്ത ദുർഗന്ധത്തിലാണ്. പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് തയ്യാറാകണം. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കേരള കോൺഗ്രസ് ആലക്കോട് മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈലാടൂർ മുന്നറിയിപ്പ് നൽകി. മാലിന്യം തള്ളിയ വാഹനം മുട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാലിന്യം വാരി മാറ്റാത്തതുകൊണ്ട് ഈച്ചയും പുഴുവും കാരണം വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മലങ്കര ജലാശയത്തിലേക്ക് മാലിന്യം ഒഴുകിയെത്തുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്കാണ് മഴ പെയ്യുമ്പോൾ മാലിന്യം ഒഴുകിയെത്തുന്നത്. മാരക രോഗങ്ങൾക്ക് ഇത് കാരണമാകും. അതിനാൽ എത്രയും വേഗം മാലിന്യം വാരിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ ഒരാൾ താഴ്ചയിലുള്ള ഗർത്തം വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണെന്നിരിക്കെ എത്രയും വേഗം ഗർത്തം മൂടണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗത്തായാണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. മഴയെ തുടർന്നുണ്ടായ മണ്ണൊലിച്ചിലാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇവിടെ പെരിയാർ നദിയിലെ വെള്ളത്തിന്റെ വേഗത കണ്ടെത്തുന്നതിനായി മിഷൻ സ്ഥാപിച്ചിരുന്ന പടുത ഉപയോഗിച്ച് ഗർത്തം മൂടി വെച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ റോഡിന്റെ ഒരു ഭാഗം കോൺക്രീറ്റ് പൊളിഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അധികം കാലപ്പഴക്കമില്ലാത്ത പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത് ആശങ്കയ്ക്ക് ഉളവാക്കുന്നതായും നാട്ടുകാർ പറയുന്നു. 2015 ഉണ്ടാക്കിയ ഒരു പുതിയ പാലമാണ്. ആ പാലത്തിന്റെ ഒരു സൈഡാണ് ഈ ഭാഗം. അതിന് ഒരു കൊച്ചു പിള്ളേർ, സ്കൂൾ പിള്ളേരൊക്കെ സ്കൂൾ തുറക്കാറായി. പിള്ളേരൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ്. നടപ്പാതയുടെ ഒരു സൈഡാണ്. ഇതിന് പടുതായിട്ടിട്ട് മൂടിയിട്ടേക്കുമായിരുന്നു. ഒരാൾ താഴ്ചയോളമുള്ള ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളടക്കം നിരവധിയായ വഴിയാത്രക്കാർ നടന്നു പോകുന്ന വഴിയിലെ ഗർത്തം ഏറ്റവും അടിയന്തരമായി തന്നെ മൂടണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് ഒറ്റയാനിറങ്ങി. നാട്ടുകാരും യാത്രക്കാരും ഏറെ നേരം വീതിയിലായി. നേര്യമംഗലത്ത് കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഇത് മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായതാണ് മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെയും നാട്ടുകാരെയും ഭീതിയിലാക്കിയിരിക്കുന്നത്. കാട്ടാനകൾ നേര്യമംഗലത്ത് പട്ടാപ്പകൽ ദേശീയപാതയിലെത്തി ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം നേര്യമംഗലം പാലത്തിന് സമീപമുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഒറ്റയാൻ മണിക്കൂറുകളോളം തമ്പടിച്ച് നാട്ടുകാരെയും യാത്രക്കാരെയും ഭീതിയിലാക്കിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തു. ഏത് നിമിഷവും നേര്യമംഗലം ടൗണിൽ കാട്ടാനകൾ പകൽ സമയത്തും ഇറങ്ങുവാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികളും നാട്ടുകാർക്കും കാട്ടാന ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ഇവ ഇറങ്ങി വരുന്ന ഭാഗങ്ങളിൽ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുട്ടിക്കാനം മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പലും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ VI ജോർജ് രചിച്ച കൺട്രോൾ സിസ്റ്റംസ് എന്ന സാങ്കേതിക പുസ്തകം പ്രകാശനം ചെയ്തു. കോളേജിന്റെ പ്രസിഡന്റും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടിക്കാനം മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പലും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ VI ജോർജ് രചിച്ച കൺട്രോൾ സിസ്റ്റംസ് എന്ന സാങ്കേതിക പുസ്തകം 24-ന് പ്രകാശനം ചെയ്യും. കോളേജിന്റെ പ്രസിഡന്റും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കും. അന്തർദേശീയ പ്രസാധകരായ ന്യൂഡൽഹിയിലെ നെറോസ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം സീനിയർ പ്രൊഫസർ ഡോക്ടർ സിജി പോൾ കുര്യനാണ് പുസ്തകത്തിന്റെ സഹരചയിതാവ്. ഡോക്ടർ VI ജോർജ് മുൻപും അന്താരാഷ്ട്ര പ്രസാധകരിലൂടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. MBC കോളേജ് 25 വർഷം പിന്നിട്ട് രജത ജൂബിലി നിറവിൽ നിൽക്കുന്ന വേളയിലാണ് ഈ പുസ്തക പ്രകാശനം നടക്കുന്നത്. പഠിതാവിന്റെ ആവശ്യാനുസരണം കൺട്രോൾ സിസ്റ്റം സ്വയം പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. 3 സബ്ജക്റ്റുകൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം, അഡ്വാൻസ് കൺട്രോൾ സിസ്റ്റം, ലീനിയർ കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ റോബസ്റ്റ് കൺട്രോൾ. ഇങ്ങനെ പല സബ്ജക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമാണ്. അതായത് നമ്മുടെ കോളേജ് മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഉമ്മൻ സാറ്, ഡീൻ സാറ് റോക്കറ്റ് വിക്ഷേപിച്ചു. നമ്മുടെ ഈ ഡയറക്ടർ സാറ് ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ നടത്തി. ഞാനിപ്പോൾ ഒരു പുസ്തകം കൂടെ MBCക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. അതായത് മികവിൻ്റെ പടവുകൾ കയറി MBC മുന്നോട്ട് പോവുകയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനും നല്ലവണ്ണം ഇത് വായിച്ചാൽ തന്നെത്താൻ തന്നെ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുവാനായിട്ട് സാധിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ ഈ രജത ജൂബിലിയാണ് MBC. ആ രജത ജൂബിലി സമയത്ത് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാവുന്ന പ്രത്യേകം ശ്രദ്ധേയമാണ്. പിന്നെ UG സിലബസുകളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അക്കാഡമിക് എക്സലിലേക്ക് മുൻപോട്ട് പോകും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ മാമൻ, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഏലിയാസ് ജാൻസൺ, ഡീൻ ഡോക്ടർ ഉമ്മൻ തരകൻ, പ്രിൻസിപ്പൽ ഡോക്ടർ VI ജോർജ്, PRO അമൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വ്യത്യസ്തവും മനോഹരവുമായ ഹോം ഡെക്കോർ ഉപകരണങ്ങളുമായി തന്മയ ഡെക്കോർ ഹോം ലിനൻ ആൻഡ് ഫർണിഷിംഗ് തൊടുപുഴ ഒളമറ്റം ആലപ്പാട്ട് ബിൽഡിംഗിൽ മെയ് 23 മുതൽ പ്രവർത്തനം ആരംഭിക്കും. സെറാമിക് ഐറ്റംസ്, വുഡൻ ഐറ്റംസ്, ഡെക്കോർ പീസസ്, ഹോം ലിനൻ ഐറ്റംസ്, ബെഡ്ഷീറ്റ്സ്, കർട്ടൻസ്, സോഫ ബാഗ്സ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അമിത് വർഗീസ് അറിയിച്ചു.
നമസ്കാരം, എൻ്റെ പേര് അമിത് വർഗീസ് എന്നാണ്. ഞാൻ ഒരു ഹോം ഡെക്കർ ബിസിനസ്സാണ്, പേര് തന്മയ ഹോം ഡെക്കർ എന്നാണ്. സോ അപ്പോൾ എൻ്റെ ഹോം ഡെക്കർ ഞാൻ ആക്ച്വലി 3 years ആയിട്ട് എക്സിബിഷൻസും ഓൺലൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹോം ഡെക്കറിൽ വരുന്നത് ബെഡ്ഷീറ്റ്സ്, അതായത് ഹോം ലിനൻസിൽ ബെഡ്ഷീറ്റ്സ് ഉണ്ട്. ബെഡ്ഷീറ്റ്സിൽ പല നോർത്ത് ഇന്ത്യൻ ബെഡ്ഷീറ്റ്സ് ഉണ്ട്, എംബ്രോയിഡറി ഷീറ്റ്സ് ഉണ്ട്, ഹാൻഡ് ബ്ലോക്ക് ഷീറ്റ്സ്, പിന്നെ ടവൽസ്, അങ്ങനത്തെ റിലേറ്റഡ് ഹോം ലിനൻ ഐറ്റംസ്, കർട്ടൻസ് എല്ലാം ഉണ്ട്. മാത്രമല്ല നമുക്ക് സെറാമിക് ഐറ്റംസ്, സെറാമിക് കപ്സ്, മഗ്സ്, വേസസ്, അങ്ങനത്തെ കുറേ ഐറ്റംസും നമുക്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ എക്സിബിഷൻസും ഓൺലൈനിൽ മാറിയപ്പോൾ ഞാൻ പുതിയൊരു ഷോപ്പ് ഇടുകയാണ്. നമ്മുടെ ഒളമറ്റം പോകുന്ന വഴിക്ക് അക്ഷയ കേന്ദ്രം, അതായത് ആലപ്പാട് സ്റ്റോപ്പിൻ്റെ അവിടെയായിട്ട് തന്മയുടെ ഒരു കട നാളെ 23/5/2026 ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറാണ് ഇത്, മോനിയമ്മച്ചിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് നേരത്തെ നേരത്തെ തൊടുപുഴയിൽ വൈറ്റ് വേസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അമ്മച്ചിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. സോ അത് മാത്രമല്ല, നമ്മുടെ ഇടവക വികാരി MT ജോർജ് അച്ഛൻ, പിന്നെ PV ജോസഫ് അച്ഛൻ അവരും ഈ ഇനാഗ്രേറ്റ് ഫംഗ്ഷൻ ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായ രാജു സാറും പിന്നെ സെക്രട്ടറി ആയ VK നവാസ് സാറും ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ പരിപാടിയിൽ നമ്മുടെ ഈ ഷോപ്പിനെ വന്ന് വിസിറ്റ് ചെയ്യുക. വണ്ണപ്പുറത്ത് ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയ ബൈക്കിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. വണ്ണപ്പുറം അമ്പലപ്പടി ബൈപ്പാസ് റോഡിൽ ഒറക്കണ്ണി ജംഗ്ഷനിൽ 2 ആഴ്ചയായി ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയ ബൈക്ക് ഉടമയെയാണ് തിരിച്ചറിഞ്ഞത്. തൊടുപുഴ കുമ്പങ്കൽ സ്വദേശിയുടെ രജിസ്ട്രേഡ് ഓണർഷിപ്പിലുള്ള ബൈക്ക് ഏതാനും വർഷം മുൻപ് ഷോറൂമിൽ വിറ്റതായി ഉടമ അറിയിച്ചു. സംഭവത്തിൽ ഷോറൂം ജീവനക്കാരുടെ സ്ഥിരീകരണം വന്ന ശേഷം കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കാളിയാർ പോലീസ് അറിയിച്ചു. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം അട്ടിമറിച്ചു. അന്വേഷണത്തിലെ അട്ടിമറി വ്യക്തമാക്കുന്ന മൊഴി SITക്ക് ലഭിച്ചു. ആദ്യ അന്വേഷണം നടത്തിയ SIയും 2 പോലീസുകാരുമാണ് SITക്ക് മൊഴി നൽകിയത്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇടപെട്ടതെന്നാണ് മൊഴി. കേസ് ഡയറി ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം തിരുത്തിച്ചെന്നും മൊഴിയിൽ പറയുന്നു. തലസ്ഥാനത്ത് താമസിപ്പിച്ചാണ് CD ഫയൽ തിരുത്തിയത്. SIT ഇത് പ്രത്യേക റിപ്പോർട്ടാക്കി DGPക്ക് കൈമാറും. തിരുത്തിയതിനു മുമ്പുള്ള റിപ്പോർട്ട് SIT കണ്ടെത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. ആലുവ താലൂക്കിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളിലെയും വാഹനങ്ങൾ FACT ഉദ്യോഗ മണ്ഡൽ ഗ്രൗണ്ടിൽ പരിശോധന നടത്തും. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമായ വാഹനങ്ങൾ വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതില്ല. പ്രധാനമായും വാഹനങ്ങളുടെ ഫിറ്റ്നസ്, വാഹനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ, ഡ്രൈവർമാരുടെ ലൈസൻസുകൾ എന്നിവയാണ് പരിശോധിക്കുന്നത്. ജോയിന്റ് RTO അഫ്സൽ അലിയുടെ നേതൃത്വത്തിൽ 10ഓളം ഉദ്യോഗസ്ഥർ പരിശോധനയിൽ പങ്കെടുക്കും. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് ആലുവ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ എല്ലാ വർഷവും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും മിനിസ്റ്ററുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ വാഹനം പരിശോധിക്കാറുണ്ട്. ഈ വർഷവും ഇന്ന് രാവിലെ 8:30 തുടങ്ങിയതാണ്. ഏകദേശം ഈ താലൂക്കിലെ 200ഓളം വാഹനങ്ങൾ ഇപ്പോൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞു. ഇതിനകത്ത് മേജറായിട്ട് നമ്മൾ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് കണ്ടീഷൻ, വാഹനത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്യാമറ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വാഹനങ്ങളിലെ ക്യാമറ ഘടിപ്പിക്കണം, GPS ഘടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ നോക്കുക, അത് വർക്കിംഗ് ആണോ എന്ന് നോക്കുക, ഇത് കുട്ടികളുടെ സേഫ്റ്റിക്ക് ഉതകുന്ന തരത്തിലുള്ള സീറ്റുകളാണോ എന്ന് നോക്കുക, പ്ലാറ്റ്ഫോം നോക്കുക, ടയറിൻ്റെ കണ്ടീഷൻ, ഡ്രൈവർ ലൈസൻസിൻ്റെ കാലാവധി, അതാണ് ഏറ്റവും ഇന്ന് തന്നെ പരിശോധിച്ചപ്പോൾ 1-2 പേരുടെ ലൈസൻസ് 6 വർഷം മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇങ്ങനെയുള്ള ഒരു പരിശോധന നടക്കുമ്പോൾ നമുക്ക് ഈ താലൂക്കിലെ എല്ലാ വാഹനങ്ങളുടെയും സേഫ്റ്റി ഉറപ്പുവരുത്താൻ ചെയ്യുകയാണ് പറ്റുന്നത്. അപ്പോൾ ലാസ്റ്റ് 3 മാസത്തിൽ ടെസ്റ്റ് നടന്ന വാഹനങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് ഏകദേശം ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞു പോയതാണ്. ബാക്കി ഏകദേശം 200ഓളം വാഹനങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. 150ഓളം വാഹനങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഇനി ഒരു 50ഓളം വാഹനങ്ങൾ ഇനിയും പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഈ പരിശോധിച്ച് ഇപ്പോൾ ഇന്ന് നമ്മൾ ഡേറ്റ ഷീറ്റുണ്ട്. ഡേറ്റ ഷീറ്റ് തയ്യാറാക്കി അതിനകത്ത് വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ സ്റ്റിക്കർ കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഓക്കെ അല്ലാത്ത വണ്ടികൾക്ക് ഈ കാര്യക്ഷമത വീണ്ടും പരീക്ഷിച്ച് ഇവിടെ കൊണ്ടുവരണം. കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും നമ്മൾ വാഹനം നോക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ഫിറ്റ്നസ്, ഇങ്ങനെ ഫിറ്റ്നസ് കിട്ടിയത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റിക്കർ
വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ പതിപ്പിച്ച വാഹനങ്ങൾ മാത്രമേ ഈ അധ്യയന വർഷം മുതൽ നമുക്ക് സർവീസ് നടത്താൻ കഴിയുകയുള്ളൂ എന്ന് വിദ്യാഭ്യാസ ഓഫീസർക്കും ഈ താലൂക്കിലെ എല്ലാ സ്കൂളുകൾക്കും നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ താമസിക്കുന്ന പന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള കെട്ടിടങ്ങളിൽ സമഗ്ര പരിശോധന നടത്തി. പത്തനംതിട്ടയിലെ തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥരും കുടുംബാരോഗ്യ കേന്ദ്രം അധികൃതരും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 4 കെട്ടിടങ്ങളുടെ ഉടമകൾക്കെതിരെ കേസ് എടുത്തു. പന്തളം കടക്കാടുള്ള ഷാഹിന മൻസിലിൽ മുഹമ്മദ് ഷാഫി, കുരമ്പാലയിലെ അൻവർ മൻസിലിൽ അൻവർ ഹുസൈൻ, തോന്നലൂർ മഠത്തിൽ നിയാസ് തുണ്ടിൽ സാബു എന്നിവർക്കെതിരെയാണ് നടപടി. 1 ലക്ഷം രൂപ വരെ പിഴ ചുമത്താവുന്ന ക്രിമിനൽ കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പന്തളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത വേണു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ബീവി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരികുമാർ, നഗരസഭാ സെക്രട്ടറി EB അനിത, ഹെൽത്ത് ഇൻസ്പെക്ടർ റസിയ ബീഗം, JHI VS സജിത്ത് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 21ാമത് രാജീവ് സ്മൃതിയാത്ര ശ്രീപെരുമ്പത്തൂരിൽ സമാപിച്ചു. സ്കൂൾ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിന് മുന്നോടിയായി അടിയന്തര സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുവാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ തീരുമാനമായി. രാജാക്കാട്ട് ട്രാഫിക് പരിഷ്കരണം ജൂൺ 1 മുതൽ നടപ്പിലാക്കുവാൻ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ആനക്കയം ഭാഗത്ത് രാത്രിയുടെ മറവിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കടുത്ത ശിക്ഷ നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ ഒരാൾ താഴ്ചയിലുള്ള ഗർത്തം വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണെന്നിരിക്കെ എത്രയും വേഗം ഗർത്തം മൂടണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.